51 വയസ്സിൽ 25 ഡിഗ്രികൾ വാരിക്കൂട്ടി ഒരു പള്ളിയിലച്ഛനെ കാണാൻ വന്നതാണ്. നമുക്ക് ഏത് കാര്യത്തിനും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യവും നേടാനായിട്ട് അതിൻ്റെ സമയം നമ്മൾ കണ്ടു. ഇപ്പോൾ ഞാൻ അച്ഛനായതിന് ശേഷമാണ് ഇതിൽ മിക്കവാറും ഡിഗ്രീസ് എടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് ഞങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള 2 ഡിഗ്രികളാണ് അതിന് മുമ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഞങ്ങൾ ബാച്ചലർ ഇൻ ഫിലോസഫി, ബാച്ചലർ ഇൻ തിയോളജി, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA പോലീസ് അഡ്മിനിസ്ട്രേഷൻ, MA ഇംഗ്ലീഷ്. മോൻ അല്ലെങ്കിൽ മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. ഇനി ഏത് സ്ട്രീം തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്, ഇതിന് സ്കോപ്പ് ഉണ്ടോ, അങ്ങനെ കുറെ പേരെ സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ അച്ചീവ്മെന്റിനേക്കാൾ ഉപരി ആ ഒരു ഡിഗ്രികളിലൂടെ മറ്റുള്ളവർക്കും കുറെ സഹായിക്കാൻ സാധിക്കുന്നു. ആരും ഓവർ സ്ട്രെയിൻ കൊടുക്കും. നീ പഠിക്കണില്ല, പഠിക്കുക. എല്ലാ കുട്ടികളും ഒരേപോലെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവരല്ല. ചില കുട്ടികൾ ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്, അവർ കേട്ടാൽ പഠിക്കും, വേറെ ഒന്നും ആവശ്യമില്ല. നമ്മളെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കളോ നമ്മളുടെ അധ്യാപകരോ പറയാണ് നിന്നെ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലെ സൈക്കോളജിയിൽ പറയും ഒരു സ്ക്രിപ്റ്റ് അവരുടെ മനസ്സിൽ രൂപപ്പെടുകയാണ്. നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ബാക്ക് ബെഞ്ച് അസോസിയേഷൻ എന്ന് പറയും. പഠിക്കാത്ത കുട്ടികളെ കൊണ്ട് ചിലപ്പോൾ ബാക്കിൽ ഒരു പക്ഷെ അവരാണ് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ പലപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത് എത്ര PG ഉണ്ടെങ്കിലും വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ അത്യാവശ്യം മെയിൻ പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അത് പല കുട്ടികൾക്കും അറിയില്ല. ഈവനിങ് ടൈമിലൊക്കെ ഞാനൊരു അച്ഛനാണ്, പള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് സമയമൊക്കെ എല്ലാവർക്കും കിട്ടും. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയം ചെലവഴിക്കാൻ പറ്റും. 51 വയസ്സിൽ 25 ഡിഗ്രികൾ വാരിക്കൂട്ടി ഒരു പള്ളിയിലച്ഛനെ കാണാൻ വന്നതാണ്. ഫാദർ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. നമസ്കാരം. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ പേര്? ഓക്കെ, എൻ്റെ പേര് ഫാദർ ചാക്കോ ചിറമൽ, തൃശ്ശൂർ അതിരൂപതയിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ ഞാൻ മുള്ളൂർക്കര തൃശ്ശൂർ അതിരൂപതയിൽ തന്നെയുള്ള B.Ed കോളേജ് അവിടുത്തെ പ്രിൻസിപ്പളാണ്. 20 വർഷമായി ഞാൻ അവിടെ സേവനം ചെയ്യുന്നു. ഒപ്പം ചേലക്കര ഫൊറോനയുടെ കീഴിലുള്ള പരക്കാട് എന്ന പള്ളിയിലെ വികാരിയച്ഛനും കൂടിയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. എൻ്റെ വീട് തൃശ്ശൂർ അടുത്ത് തന്നെയുള്ള മഡോണ നഗർ നെടവകയിലാണ് എൻ്റെ വീട്. പിന്നെ പഠനത്തോട് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ. ഇത്രയും കാര്യങ്ങൾ 25 ഡിഗ്രി ഉണ്ട്. നമ്മളൊക്കെ ഒരു ഡിഗ്രി തന്നെ എടുക്കണ എന്തോരം പാടുപെട്ടിട്ടാന്നറിയാമോ? ഈ 25 ഡിഗ്രികൾ എങ്ങനെയാണ് എടുത്തത്? അതായത് നമുക്ക് ഏത് കാര്യത്തിനും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യവും നേടാനായിട്ട് അതിൻ്റെ സമയം നമ്മൾ കണ്ടെത്തും. അപ്പോൾ ഞാൻ അച്ഛനായതിന് ശേഷമാണ് ഇതിൽ മിക്കവാറും ഡിഗ്രീസ് എടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് ഞങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള 2 ഡിഗ്രികളാണ് അതിന് മുമ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഞങ്ങൾ ബാച്ചലർ ഇൻ ഫിലോസഫി, ഒപ്പം തന്നെ ബാച്ചലർ ഇൻ തിയോളജി, പിന്നെ ഡിഗ്രി സാധാരണ നമുക്ക് ഡിഗ്രി ഫിലോസഫിയാണ് എടുത്തത്. അതിനുശേഷം അച്ഛനായതിനു ശേഷം ഞാൻ ഈ പരിശീലനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് മുമ്പ് തന്നെ പോയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ, നെടുങ്ങാട് എന്ന് പറയും, വൈപ്പിനടുത്തൊരു പള്ളിയാണ് നെടുങ്ങാട്. അപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, നമ്മൾ വൈദികനായതിനു ശേഷം നമ്മൾ കുറച്ച് കാലമൊക്കെ ചെറിയ പള്ളികളിൽ, വലിയ പള്ളിയിലായിരിക്കും ആദ്യം, അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു പള്ളിയിലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് വീട്ടുകാരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊതുവെ ഫ്രീ ആയിരിക്കും. പണ്ടൊക്കെ ജനങ്ങളൊക്കെ പകലൊക്കെ വന്ന് കുർബാനയ്ക്കും പല കാര്യങ്ങളും പള്ളിയിലേക്ക് വരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, സണ്ണി ആറ്റുമ്പേൽ എന്നാണ് അച്ഛൻ്റെ പേര് കേട്ടോ, ഇന്ന് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻഗേജ് ആയിരിക്കാം. അപ്പം അന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എന്നിട്ട് MA സോഷ്യോളജി പഠിക്കാനായിട്ട് പോയി. എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അതെ, പിന്നെ നിർത്തിയില്ല. പിന്നെ ബാക്കി എങ്ങനെയായിരുന്നു ഇത്രയും ഡിഗ്രികൾ ഇങ്ങനെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊണ്ടിട്ടാണോ ഓരോ ഡിഗ്രിയും ചൂസ് ചെയ്തെടുക്കുന്നത്, അത് ഇന്ന ടോപ്പിക്സിൽ വേണം എന്നുള്ളത്? അതായത് ഞാനിപ്പോൾ ആർട്സ് വിഷയമാണ് എൻ്റെ ആർട്സ്. അപ്പോൾ ആർട്സ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും സയൻസിലേക്ക് പറ്റില്ലല്ലോ മറ്റു വിഷയങ്ങൾ. അപ്പോൾ ആർട്സിൽ ഇപ്പോൾ ഓരോ ഡിഗ്രി PG കഴിയുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് അതും ഏതായിരിക്കും ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് ഓരോ കോഴ്സുകൾ ഉള്ളത്, അപ്പോൾ അതൊക്കെ നമ്മൾ നെറ്റിൽ നിന്ന് അന്വേഷിച്ച് അങ്ങനെ പല PGകളും, അതും MA ഉണ്ട്, അതിൽ MCOM ഉണ്ട്, MSc ഉണ്ട്, പിന്നെ വേറെ കുറേ ഡിഗ്രികളും ഒക്കെ ഉണ്ട്. LLB, MBA, MSW, പിന്നെ ലൈബ്രറീസ്, MLIC, ഈവൻ PhD ചെയ്യാൻ എനിക്ക് സാധിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അതൊക്കെ ചെയ്തത്. പിന്നെ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വേറെയും കുറേ ഉണ്ട് കേട്ടോ.
ഈ മൂക്കുന്നൊരു സൈറ്റ് കേട്ടോ, മൂക്ക് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറയും. ഒത്തിരി യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈനായിട്ട് നമുക്ക് കോഴ്സുകൾ ചെയ്യാം. അതിലും 3-4 കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 25-ന് പുറമെയുള്ള 25-ല് കൂട്ടിയിട്ടില്ല. ഇല്ല, അത് കൂട്ടിയിട്ടില്ല. ഇതെങ്ങനെയാ ഈ ഡിഗ്രികളൊക്കെ എന്താ പറയാ, ഒന്ന് പറയാമോ എത്ര ഡിഗ്രികളുണ്ട്? ഞാൻ എണ്ണട്ടെ. ചിലപ്പോൾ അത് മുഴുവൻ എത്തിയെന്ന് വരില്ല. എങ്കിലും ഐ വിൽ ട്രൈ. എനിക്ക് MA ഹിസ്റ്ററി, MA സോഷ്യോളജി, MA ഫിലോസഫി, MSc സൈക്കോളജി, MA പൊളിറ്റിക്കൽ സയൻസ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA പോലീസ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ MA മലയാളം, MA ഇംഗ്ലീഷ്, MCom എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ്, MBA, MSW, LLB, BLIC ലൈബ്രറി സയൻസിൻ്റെ ഡിഗ്രി കോഴ്സാണ്. അതിൻ്റെ മാസ്റ്റർ ഡിഗ്രിയാണ് MLIC. അതുപോലെ കൗൺസിലിംഗ് കോഴ്സ്, ബേസിക് കൗൺസിലിംഗ് കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ കമ്പ്യൂട്ടറിലുള്ള ചില കോഴ്സുകൾ, ഡിപ്ലോമ ഓഫീസ് ഓട്ടോമേഷൻ, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. പിന്നെ കുറച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്കറിയാം. +2 പഠിപ്പിക്കണമെങ്കിൽ സെറ്റ് വേണം, അപ്പോൾ സെറ്റിൽ നിന്ന് എടുത്തു. കോളേജുകളിൽ പഠിപ്പിക്കണമെങ്കിൽ നെറ്റ് വേണം, അപ്പോൾ നെറ്റ് എടുത്തു. പിന്നെ PhD എടുത്തു. എനിക്കൊരു ആഗ്രഹമുണ്ട്, PDF എന്ന് പറയും, പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ, ഡോക്ടറേറ്റിന് ശേഷം 2 വർഷം അത് റെഗുലറായിട്ട് ചെയ്യണം. അത് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പ്രിൻസിപ്പൾ ആവുന്ന നിലയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും അതുപോലെ ഒരു MA ആന്ത്രോപോളജി അത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇനിയും ഈ പഠനത്തിലൂടെ കുറേ പേരെ സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കുറേ ഡൗട്ടുകൾ കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്, എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനി ഏത് സ്ട്രീം തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്, ഇതിന് സ്കോപ്പ് ഉണ്ടോ? അങ്ങനെ കുറേ പേരെ സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ അച്ചീവ്മെന്റിനേക്കാൾ ഉപരി ആ ഒരു ഡിഗ്രികളിലൂടെ മറ്റുള്ളവർക്കും കുറേ സഹായിക്കാൻ സാധിക്കുന്നു. ഒപ്പം ഞാനൊരു പുസ്തകത്തിൻ്റെ രചനയിലാണ്. അപ്പോൾ ഈ പഠിച്ച ചില കാര്യങ്ങൾ അത് ഒരു ബുക്കായിട്ട് ഇറക്കുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. ഒപ്പം നമ്മൾ എവിടെയെങ്കിലൊക്കെ പഠിപ്പിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളെയും കുറിച്ച് കുറേയൊക്കെ അറിയാവുന്നത് കൊണ്ട് it will help me to take a class effectively. അതിനേക്കാൾ ഉപരി നമ്മൾ ഇവിടെയൊക്കെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ അവിടുത്തെ HM വിളിക്കാറുണ്ട്, ഹെഡ് മാസ്റ്റർ അഡ്മിനിസ്ട്രേറ്റർ. സ്ട്രെസ് റെഡ്യൂസിങ് ക്ലാസ്സസ്, എങ്ങനെ SSLC എക്സാം ഫേസ് ചെയ്യാം. എക്സാം ഒക്കെ ആകുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പിന്നെ പാരൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, പാരൻസിന് എങ്ങനെയാണ് ഹൗ ടു നർച്ചർ പാരന്റിങ്, എങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ എന്തുമാത്രം കുട്ടികളെ നമുക്ക് നേടാൻ പറ്റും. ചിലർ ഓവർ സ്ട്രിക്റ്റ് ആവും, ചിലർ ഓവർ ലീനിയൻ്റ് ആവും. രണ്ടും ദോഷമാണ്. ഓരോ ഘട്ടത്തിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സ്നേഹം ചാലിച്ചുകൊണ്ടുള്ള കറക്ഷൻസ് കൊടുത്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പാരന്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സ്ട്രിക്റ്റായി നിൽക്കുന്ന ചില വീടുകളിലൊക്കെ കുട്ടികളൊക്കെ സൂയിസൈഡ് പോയി ചെയ്ത അനുഭവങ്ങളുണ്ട്. ചെറിയൊരു കാര്യം നോ ഒന്ന് പെട്ടെന്ന് പറയുമ്പോൾ ആ പറയുന്ന ശൈലികളിലൊക്കെ ഒരു ട്വിസ്റ്റ് വരുത്തി അവരെ ബോധ്യപ്പെടുത്തി ചെയ്യുമ്പോൾ അവരൊക്കെ അത് ശ്രദ്ധിക്കും. അത് ഒരിക്കലും നമ്മുടെ മക്കളെ നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഓടിപ്പോയ ഈ അടുത്ത് പോലും എനിക്കറിയാവുന്ന ഒരു കുട്ടി ഓടിപ്പോയിരിക്കുകയാണ്. എന്താ കാരണം എന്നറിയില്ല, ബട്ട് ദർ ആർ സം റീസൺസ് ഓൾസോ. ഈ ഡിസ്റ്റൻസ് ആയിട്ടാണല്ലോ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം സാറിന്. അപ്പോ ഈ ഒരേ സമയം എടുത്തിട്ടുള്ള ഡിഗ്രികൾ ഉണ്ടാവല്ലോ, കുറെ 2-3 ഡിഗ്രികളൊക്കെ ഒരുമിച്ചെടുക്കേണ്ട വന്നിട്ടുണ്ട്. അങ്ങനെയല്ല. അതിനേക്കാൾ ഉപരി ഇപ്പൊ ഒരു PG ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ സെക്കൻഡ് ഇയർ ഞാൻ ആവുമ്പോൾ ഞാൻ ഒരുപക്ഷെ വേറെ സ്ഥലത്ത് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ടുണ്ടോ, ചിലത് അങ്ങനെ വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ വരാറുണ്ടോ? രജിസ്റ്റർ നമ്പറൊക്കെ മാറിപ്പോറുണ്ടോ? കൺഫ്യൂഷനേക്കാൾ ഉപരി നമ്മൾ അപ്ഡേറ്റ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. നമ്മൾ ഏതിനാണ് ജോയിൻ ചെയ്തത്, ഏതൊക്കെ പേപ്പറുകളാണ്, അതൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ എക്സാം വരിക, പ്രത്യേകിച്ച് കുറെ ഡിഗ്രികൾ ചെയ്തിട്ടുള്ള ഭാരതീയ യൂണിവേഴ്സിറ്റിക്കാണ്, അണ്ണാമലയിൽ ചെയ്തിട്ടുണ്ട്, മദ്രാസ് യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എക്സാം വരുന്നത് വെക്കേഷനിലാണ്, ഏപ്രിൽ മെയ് മാസത്തിലൊക്കെയാണ് വരിക. അപ്പൊ നമുക്കാണെങ്കിൽ കോളേജിലാണെങ്കിലോ അത് ലീവുള്ള സമയമാണ്. അതുകൊണ്ട് നമുക്ക് തടസ്സമില്ലാതെ ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇഗ്നോയിൽ ചെയ്തിട്ടുണ്ട്. ഇഗ്നോ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, ഫിലോസഫി അവിടെ നിന്നാണ് ചെയ്തത്. ഇതൊക്കെ പഠിക്കാനൊക്കെ എവിടെയാ സമയം? ഞാൻ വന്നപ്പോഴേക്കും എന്താ പറയാ, ഫാദറിന് ഇപ്പൊ 3:30 ആകുമ്പോഴത്തേനും ഒരു പരിപാടി ഉണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പഠിക്കാൻ എവിടെന്നാ സമയം? ബുക്കൊക്കെ തുറക്കാൻ സമയം ഉണ്ടാവോ? ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഞാനൊരു അച്ഛനാണ്, പള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
അത് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് സമയമൊക്കെ എല്ലാവർക്കും കിട്ടും. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയം ചെലവഴിക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു PG ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളൊരു PG കഴിഞ്ഞു, അടുത്ത PG രണ്ട് PG കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ നമ്മൾ ഒരു വിഷയത്തിന് ഒരുങ്ങണം, അതെങ്ങനെ പ്രസന്റ് ചെയ്യണം, ആ സ്കില്ല് നമുക്കുണ്ടെങ്കിൽ അത് എത്ര PG ഉണ്ടെങ്കിലും വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ അത്യാവശ്യം മെയിൻ പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അത് പല കുട്ടികൾക്കും അറിയില്ല. ഇല്ല, വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല എന്നാണോ പറയണത്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഉദാഹരണം, ഒരു വിഷയത്തില് ഒരു 5-6 അല്ലെങ്കിൽ 8 പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കും. ഓരോ പേപ്പറും സാധാരണ PGയിലൊക്കെ ഒരു 3 hours ആണ്. അപ്പോൾ ആ ഒരു പേപ്പർ എഴുതണമെങ്കിൽ ആ പേപ്പറിൽ വരുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്, 5-6 യൂണിറ്റ് ഒക്കെ വരാം. അതിൽ മെയിൻ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ആ ചാപ്റ്റേഴ്സിൽ വരുന്ന സബ് എലമെന്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ ഒരു പരീക്ഷയ്ക്ക് കുറച്ച് നാൾ മുമ്പ് ചെറിയ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കും. ഷോർട്ട് നോട്ട്, മെയിൻ പോയിന്റ്, സബ് പോയിന്റ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുകയാണ്. പിന്നെ പരീക്ഷയുടെ തലേ ദിവസം ജസ്റ്റ് എ ഗ്ലാൻസ് അപ്പൊ നമ്മുടെ മനസ്സിൽ ആ മെയിൻ പോയിന്റ്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. മെയിൻ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഇന്നതാണ്, there are 5 points for this answer. അപ്പോൾ 1 ഇന്നതാണ്. ഇൻസൈഡ് നമുക്ക് എഴുതാൻ പറ്റും. പലർക്കും പറ്റുന്നത് മെയിൻ പോയിന്റ്സ് കയ്യിലില്ല. അപ്പൊ ചിലവരൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. നമ്മൾ മലയാളത്തിൽ പറയും ഗ്യാസ് ഒന്നുമില്ല, വെറുതെ. പിന്നെ എഴുതുമ്പോൾ ഒരു സ്ട്രക്ചറിൽ എഴുതണം ഏത് കാര്യം. നമ്മളൊരു ഓർഡർലി പ്രസന്റേഷൻ ആണല്ലോ വാല്യൂ ചെയ്യുന്നവര് നമ്മച്ചോളം. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, അങ്ങനെ ഒരു മെത്തഡോളജി ഓഫ് റൈറ്റിംഗ് എക്സാമിനേഷൻ അറിയാമെങ്കിൽ നമുക്കൊക്കെ എളുപ്പമായിട്ട് ചെയ്യാം. ഇപ്പൊ പരീക്ഷാ ചൂട് അടുക്കുകയാണ്, പാരന്റ്സ് ഒക്കെ ഭയങ്കര ടെൻഷനിലായിരിക്കും. ഫാദർ തന്നെ പറഞ്ഞു പാരന്റ്സിനും ക്ലാസ് എടുക്കാറുണ്ട് എന്നുള്ളത്. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഇനി അവർക്ക് വേണ്ടത്? പാരന്റ്സിന്റെ കാര്യമായിട്ടാണ് ഞാൻ ചോദിച്ചത്. പാരന്റ്സ് പൊതുവെ എന്ന് പറഞ്ഞാല് എല്ലാവരുടെ പാരന്റ്സിന്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളൊക്കെ നല്ല റിസൾട്ട് വാങ്ങണം. എല്ലാവരും ആഗ്രഹം A+ കിട്ടണം എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിനും കിട്ടിയാൽ അത്രയും സന്തോഷം, നല്ലത് തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ ഈ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും, പഠിക്കുന്നാലും ഓവർ സ്ട്രെയിൻ കൊടുക്കും. നീ പഠിക്കണില്ല, പഠിക്കുക. എല്ലാ കുട്ടികളും ഒരേപോലെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നവരല്ല. ഞങ്ങൾ എഡ്യൂക്കേഷനിൽ പറയും, ചില കുട്ടികൾ ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്. അവർ കേട്ടാൽ പഠിക്കും, വേറെ ഒന്നും ആവശ്യമില്ല. നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓഡിയോ ആയിട്ട് പല പണിയും ചെയ്തോണ്ടിരിക്കുകയായിരിക്കും, അതിന്റെ ഇടയിൽ കേട്ടിട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് അവർ പോയി പരീക്ഷ എഴുതും. അത് നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ആയിരിക്കും പൊതുവെ. ചില കുട്ടികളുണ്ട് വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയും. അവർ കണ്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ. എന്ത് കാര്യങ്ങളും ഒന്നെങ്കിൽ ബോർഡിൽ എഴുതി കാണിക്കണം, അല്ലെങ്കിൽ ചാർട്ടിൽ കാണിക്കണം, അല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കണം. അങ്ങനെയുള്ള ഒരു വിഷ്വൽ ലേണേഴ്സ്, കണ്ടാലേ അവർ പഠിക്കുള്ളൂ. ചില കൂട്ടരുണ്ട് അതും രണ്ടും പോരാ, കൈനത്തസ്റ്റിക് ലേണേഴ്സ് എന്ന് പറയും. അവർക്ക് ചെയ്ത് പഠിക്കണം. ബട്ട് ചില ടീച്ചേഴ്സ് പല കാര്യങ്ങൾ അവരെ കൊണ്ട് വിളിപ്പിച്ച് ചെയ്യിപ്പിക്കും. ഒരു എക്സ്പെരിമെന്റ് നിനക്ക് ചെയ്യാമോ, അപ്പൊ അങ്ങനെ ചെയ്താലേ ചില പഠിപ്പിക്കുള്ളൂ. പല ടൈപ്പ് കുട്ടികളുണ്ടാവും. അപ്പൊ പാരന്റ്സ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സംഭവിക്കുന്നത്, അവര് നമ്മുടെ മക്കളെ വേറെ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ പാരന്റ്സിന് അറിയാത്തത് കൊണ്ടാണ്. അവര് ചോദിക്കണ്ട, തൊട്ടടുത്ത് കണ്ടില്ലേ രാജു, അവൻ എത്ര മാർക്ക്, നിനക്കോ? പക്ഷെ ഈ കുട്ടിയാണെങ്കിലോ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, പക്ഷെ ഇവനെ പഠനത്തേക്കാൾ വേറെ ചില കാര്യങ്ങളിൽ എക്സ്പെർട്ട് ആയിരിക്കും. അപ്പോൾ പഠനമാണ് എല്ലാത്തിൻ്റെയും ഒരു ബേസിക് എന്നൊരു കോൺസെപ്റ്റ് ഒരു പക്ഷേ മുഴുവൻ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊക്കെ പറയാറുണ്ട്, ഒരു ക്ലാസ്സുകളിൽ ചിലപ്പോൾ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളായിരിക്കും. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ബാക്ക് ബെഞ്ച് അസോസിയേഷൻ എന്ന് പറയും. പഠിക്കാത്ത കുട്ടികളെ കൊണ്ട് ചിലപ്പോൾ ബാക്കിലിരുന്നു. ഒരു പക്ഷെ അവരാണ് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ പലപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അവര് പക്ഷെ IAS കാരായിട്ടുണ്ടാവില്ല, അവർ വലിയ വലിയ തസ്തികയിൽ എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ട് ചില കാര്യങ്ങളിൽ എത്തിയിട്ടുള്ളതൊക്കെ അങ്ങനെയുള്ളവരുമാണ്. മറ്റുള്ളവർ വേണ്ടെന്നല്ല, പഠനത്തിന് അവന്റെ കഴിവനുസരിച്ചിട്ട് നമ്മൾ പറയാൻ പാടുള്ളൂ. പല പാരന്റ്സും സ്ട്രെസ് കൊടുക്കുമ്പോൾ ഈ കുട്ടി തൻ്റെ കഴിവ് കൊണ്ട് പരിശ്രമിക്കുന്നുണ്ടാവും, എന്നിട്ട് അമ്മയും അപ്പനും ഇങ്ങനെ പറയാണ്, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ പഠിക്കെന്ന് പറയുമ്പോൾ ദേ ആർ ഫെഡ് അപ്പ്. അവർ മാനസികമായി തകരാണ്. അപ്പോൾ ഇനി ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനൊരു ആജിറ്റേഷൻ, എതിർപ്പും കാണിക്കും. അപ്പൊ അതുകൊണ്ട് പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഡോണ്ട് ഗിവ് അൺനെസസറി സ്ട്രെസ് ടു ദി സ്റ്റുഡൻസ്. അവർ പഠിക്കണമെന്നൊക്കെ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് A+ കിട്ടാനും
കൂടുതൽ ഇന്നത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെസ് അവർക്ക് കൊടുക്കാതെ പഠിക്കാനുള്ളൊരു ലവിങ് നേച്ചർ കൊടുക്കുക, അവരൊപ്പം ആയിരിക്കുക. ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ് ആവശ്യം. അല്ലാതെ അനാവശ്യ ടെൻഷൻ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഈ നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ പണ്ട് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും കളിയാക്കലുകളോ അല്ലെങ്കിൽ ചില ഇഷ്യൂസ് കാര്യങ്ങളോ നമുക്ക് ഇപ്പോഴും ഒരു ട്രോമ പോലെ നമുക്ക് ഇങ്ങനെ കിടക്കും. അത് ഒരിക്കലും നമ്മൾ മറക്കില്ല. അതായത് ഇന്ന് ആലോചിച്ചാലും എനിക്ക് അന്ന് ആ ടീച്ചർ അങ്ങനെ പറഞ്ഞ കാര്യം എനിക്ക് ചിലപ്പോൾ ഇന്നും ഓർമ്മയുണ്ടാവും. ആളുകൾ നോക്കി ചിരിച്ചത്, അല്ലെങ്കിൽ കുട്ടികൾ നോക്കി ചിരിച്ചത്, ഫ്രണ്ട്സ് കളിയാക്കിയത്. അപ്പോ ഈ ടീച്ചേഴ്സിന്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു കെയറിങ്ങും കാര്യങ്ങളും എങ്ങനെ വേണമെന്ന് ഫാദറിന്റെ അഭിപ്രായം? അത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. ഒരിക്കല് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു സർവേ നടത്തി പറയാണ്, പല ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഗുണ്ടകൾ അവരുണ്ടാകുന്നത് ചെറിയ ക്ലാസ്സുകളിൽ അവരെ ഓരോ പേരിട്ട് വിളിച്ച് അങ്ങനെ ആകുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞതാട്ടോ. ഒരു ഗുണ്ടയുടെ പേരാണ്, അത് എന്താ ശരിയാണെന്ന് എനിക്കറിയില്ല, കടിയൻ രാജു. ഒരാളുടെ പേരാണ് കടിയൻ രാജു. എവിടെയുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ രാജു എന്നാണ് ആളുടെ പേര്. അപ്പൊ അദ്ദേഹം ആരെയും അങ്ങോട്ട് കടിക്കുക, ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തും ആയിരിക്കാം. അപ്പോൾ പിന്നെ ആൾക്കൊരു പേര് വീണു, കടിയൻ രാജു. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ചിലപ്പോഴെങ്കിലും അങ്ങനെ കുട്ടികൾക്ക് എന്നാ പിന്നെ ഞാൻ അങ്ങനെ ആയി തീരാ, എല്ലാവരും എന്നെ അങ്ങനെ വിളിക്കണു. അപ്പോൾ അദ്ദേഹം വീണ്ടും ദേഷ്യം വന്നാൽ കടിക്കുക. അപ്പോൾ ചില നിക് നെയിംസ് പലപ്പോഴും അവരതായി തീരാനായിട്ട് ചിലപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ടീച്ചേഴ്സ് ഒരു വ്യക്തിയുടെ ആകാരഭംഗിയെ കണ്ടിട്ടോ കുള്ളനെന്നോ അല്ലെങ്കിൽ കൊള്ളരുതാത്തവനെന്നോ അല്ലെങ്കിൽ ബോധമില്ലാത്തവനെന്നോ ഒരിക്കലും മുദ്ര കുത്തരുത്. സൈക്കോളജി പഠിക്കുമ്പോൾ അതിൽ പറയുന്നൊരു വാക്കാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. അപ്പം നമ്മളെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കളോ നമ്മളുടെ അധ്യാപകരോ പറയാണ്, നിന്നെ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലെ സൈക്കോളജിയിൽ പറയും ഒരു സ്ക്രിപ്റ്റ് അവരുടെ മനസ്സിൽ രൂപപ്പെടുകയാണ്. ചിലർക്ക് അത് ഭയങ്കര വാശിയായിട്ട് അവര് പിന്നീട് ഒരു വാശി കയറി വരും, ചിലരങ്ങ് ഡൗൺ ആയി പോകും. യെസ്, അതും ശരിയാണ്. മെജോറിറ്റി ഡൗൺ ആവാൻ സാധ്യത. ചിലപ്പോ എന്നെ കഴിവില്ലാത്തവനാ, എന്നാ ഞാൻ ശരിയാക്കിയരാം, എന്റെ കഴിവ് കാണിച്ചത്, അതും കറക്റ്റ് തന്നെയാണ്. എങ്കിലും പലപ്പോഴും ഇങ്ങനൊരു സ്ക്രിപ്റ്റ്, ഞാൻ കൊള്ളരുതാത്തവനാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടമ്മ പറയാണ്, 2 മക്കളാണ് അവർക്ക്, പേരും തൊട്ടല്ല ലെൻസി നാൻസി എന്നങ്ങനത്തെ കുട്ടികളുടെ പേര്. ഒരു കുട്ടി നന്നായി ഡാൻസ് കളിയും പഠിക്കും. ലാൻസി താഴെയുള്ള കുട്ടി 6ാം ക്ലാസ്സിൽ. അപ്പോൾ അമ്മ പറയണം ഇങ്ങനെ സംശയം, 2 പേരും ഉഷാറായി പഠിക്കില്ലെന്ന് ചോദിച്ചു പറയാണ്, ലെൻസി പഠിക്കും, ഈ നെൻസി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടല്ലോ വെച്ചാ ഒരു കാര്യമില്ല, ഒരു കാര്യം പഠിക്കില്ല, ഒന്നും ചെയ്യില്ല, ഒന്നിനെ കൊള്ളില്ല. അപ്പൊ ഞാൻ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോ കുട്ടിയുടെ മുഖം ആകൊരു വിഷമിച്ച് നിൽക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, ആ കുട്ടി സ്കൂളിൽ 6ാം ക്ലാസ് ആയിട്ടുള്ളൂ, സ്കൂളിൽ അവിടുത്തെ ടീച്ചർ പറയാണ്, ഇനി യൂത്ത് ഫെസ്റ്റിവലില് പാട്ടിനോ പല കലാപരിപാടികൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരിക. ഞാൻ പറയുന്ന ഈ കുട്ടി ഒരിക്കലും മുന്നോട്ട് വരില്ല. കാരണം എന്താ, ആ കുട്ടിയുടെ അമ്മ ഒഫീഷ്യലായിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ്സിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ളതാണ്, അതവരുടെ മനസ്സിൽ മങ്ങാതെ നിൽക്കും. മറിച്ച് എത്രയോ ടീച്ചേഴ്സ് ഉണ്ട്, ചില കുട്ടികൾ നല്ലൊരു ഉത്തരം പറയുമ്പോൾ നന്നായിരിക്കും കേട്ടോ, മിടുക്കൻ, നിനക്ക് നല്ല രീതിയിലുള്ളത് കിട്ടും, അത് വളർത്തും അവരെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ വാക്കുകൾ. പവർഫുള്ളാണ് വാക്കുകൾ. എൻ്റെ ഒരു അനുഭവം ഉണ്ട്, ഞാൻ PhDക്ക് വേണ്ടി തിരൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ ദാനിയേൽ എന്ന് പറഞ്ഞൊരു കുട്ടി, ഈ കുട്ടിയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കാത്ത കഴിവൊന്നുമില്ല അവന്. മാർക്കിലൊക്കെ മിക്കവാറും 50ലൊക്കെ ചില വിഷയത്തിൽ സംപൂജനാണ്, വട്ടം പൂജയാണ്. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവനാണെങ്കിലോ എന്ത് എക്സ്പെരിമെന്റ് ചെയ്യണ ഘട്ടം വരുമ്പോൾ ഇവൻ നേരിട്ട് ഫ്രണ്ടിലേക്ക് വരും. ആരാ ഫ്രണ്ടിലേക്ക് വരുന്നത് ചെയ്യാൻ? അപ്പോൾ ഈ ദാനിയേൽ ഓടി വരും. അപ്പോൾ ഇവൻ ചെയ്യുന്ന സമയത്ത് ഞാൻ 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല അവസരത്തിൽ ക്ലാസ്സുകൾ പറഞ്ഞു, ഓ ദാനിയേൽ സൂപ്പർ, നന്നായിട്ട് കേട്ടോ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ 6 മാസം ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് അവൻ SSLC കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടീച്ചർ, ചാർജിലെ ടീച്ചർ പറയാം, അച്ഛാ എന്തായാലും ദാനിയേൽ നല്ല മാർക്ക് വാങ്ങിച്ചു, അവരൊക്കെ തോൽക്കുന്നു വിചാരിച്ചതാണ്, കുറേ വിഷയങ്ങളെങ്കിലും A+ അവനെ കിട്ടി. എന്നിട്ട് ദാനിയേൽ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, അച്ഛൻ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ എന്നെ 7ാം ക്ലാസ്സിൽ അന്ന് പഠിപ്പിച്ച അവസരത്തിൽ ഞാൻ ക്ലാസ് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അച്ഛൻ വളരെ നന്നായിരിക്കും ദാനിയേൽ, വെരി ഗുഡ് എന്ന് പറഞ്ഞ 2-3 സെൻറ്റൻസ് ആണ് എനിക്ക്
അതൊരു മോട്ടിവേഷനായി ചെയ്തു. അപ്പൊ നമുക്കുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ. അതെ അതെ ഒരു നമ്മളൊരു പറയുന്നൊരു വാക്ക് ഇത്രയധികം പവർഫുൾ ആണെന്ന് നമുക്ക് അപ്പോഴും മനസ്സിലാവണം. നമ്മള് പലപ്പോഴും കുറെ നല്ല കുട്ടികൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ അഭിനന്ദിക്കുന്നില്ല. അവരെ കുറവുകളാണ് നമ്മൾ കാണുന്നത്. അത് ചെയ്തില്ല, ഹോംവർക്ക് ചെയ്തില്ല, അവരെത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് അധ്യാപകരും പാരൻസും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് നല്ലതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കുറവുകളൊക്കെ അങ്ങോട്ട് ശരിയായി വരും. ഫാദറിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നെ ഇൻസ്പയർ ചെയ്ത ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പഠനത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്ത വ്യക്തിയാണ് ഈ സണ്ണി ആറ്റുമ്മേൽ അച്ഛൻ. പിന്നെ എനിക്ക് പഠിക്കാനായിട്ട് പ്രേരണ നൽകിയത്, ഞാൻ അന്ന് എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സഹായം മെത്രാൻ ടോണി നീലങ്കാവിൽ. അന്ന് ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പോൾ അന്ന് അച്ഛൻ ബ്രദറായിരുന്നു, അച്ഛനായിട്ടുണ്ടായില്ല. അന്ന് ഫസ്റ്റ് ഇയർ ആണ് ഞങ്ങൾ അച്ഛനാവാനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രദർ ഞങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വ്യക്തമാക്കി തന്നത് ടോണി പിതാവാണ്, ടോണി നീലങ്കാവിൽ പിതാവ്. നമ്മുടെ അതിരൂപതയിൽ ഇപ്പൊ സഹായം മെത്രാനാണ്. അതൊരിക്കലും ഞാൻ മറക്കില്ല. ഇപ്പോഴും ഞാൻ പിതാവിനെ കുറിച്ച് പറയാറുണ്ട്. അന്ന് നൽകിയ ആ ഷോർട്ട് നോട്ട് ടെക്നിക്കാണ് ഞാൻ ഇതുവരെയും പഠനത്തിന്റെ മേഖലയിൽ എത്തിച്ചിട്ടുള്ളത്. പിന്നെ ഒരു അച്ഛനാവാനൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചത്, ഞാൻ എൻ്റെ വീട് പറവട്ടാനിയാണ്, തൃശ്ശൂരടുത്ത്. അവിടെ ഒരു വികാരിയച്ഛൻ ഉണ്ടായിരുന്നു, ആന്റണി തേക്കാനത്തച്ഛൻ. അപ്പൊ അച്ഛൻ്റെ ഒക്കെ പള്ളിയിലുള്ള ചില പ്രവർത്തനങ്ങളും, അപ്പൊ ഞങ്ങൾ ഓൾട്ടർ ബോയ് എന്ന് പറയും, ഈ അൾത്താരയിൽ കുർബാനയ്ക്ക് സഹായിക്കുന്നവര്, അവർ വിളിക്കുന്ന പേരാണ് ഓൾട്ടർ ബോയ്സ്. അപ്പോൾ അങ്ങനെ സഹായിച്ച് അച്ഛൻ്റെ ചില പ്രത്യേകത, നമ്മൾ ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, ഇപ്പൊ കുട്ടികളോട് ചോദിക്കുകയാണ് നിനക്ക് ആരാകണ്ടേ, അപ്പുറത്തും പറയാണ് അഡ്വക്കേറ്റ്. എന്തുകൊണ്ടാണ് അവന് തോന്നണേ, ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കുറിച്ചൊരു ധാരണ മനസ്സിലാണ്. അല്ലെങ്കിൽ പോലീസ് ആവണോ, ഫിലിമിൽ കണ്ടിട്ടോ കള്ളനെ പിടിക്കാൻ. അതുപോലെ തന്നെയാണ് നമുക്കും ചെറുപ്പത്തിലെ ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്കും അതുപോലെ ആയാലോ. അപ്പോൾ ആന്റണി തേക്കാനച്ചന്റെ ഒരു പ്രേരണയുണ്ട്. ഒപ്പം നമ്മുടെ ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയിലെ ഞങ്ങളുടെ മെത്രാപ്പോലിത്തയായിട്ട് ആൻഡ്രൂസ് പിതാവും ഈ പഠനത്തിനും എൻ്റെ PhD-ക്കൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എല്ലാറ്റിനുപരി എൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ 82 വയസ്സായി. എങ്കിലും എൻ്റെ പഠനത്തിന്റെ ഘട്ടത്തിലും എല്ലാ കാര്യത്തിലും ഒപ്പം നിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണ്. ഒരിക്കലും അമ്മേനെ മറക്കാൻ പറ്റില്ല. അപ്പം മരിച്ചുപോയി. അമ്മ ഇപ്പോഴും നമുക്ക് ഒത്തിരി പ്രേരണ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോ ഫാദറിന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇത്രയും ഡിഗ്രികളൊക്കെ വേണം, എനിക്ക് ഫാദറിനെ പോലെ ആവണം, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും അറിയാം. എന്നാലും ഫാദറിന് ഓർമ്മ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ട്? തീർച്ചയായിട്ടും. ഞാൻ ഈ ഡിഗ്രി എടുക്കും, എൻ്റെ എൻ്റെ റൂമിന്റെ അവിടെ ഒരു ബോർഡ് ഉണ്ട്, അതിൽ ഈ ഡിഗ്രീസ് പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല കുട്ടികളും ഇത് കണ്ടിട്ട് പിന്നീട് പഠിക്കാനായിട്ട് പ്രേരണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ അവിടെ പഠിപ്പിക്കുന്ന ഒരു ജോംസൺ സാർ, അല്ലെങ്കിൽ ദീപ ടീച്ചർ, ഇങ്ങനെ ഉള്ള വ്യക്തികൾ, പിന്നെ ഷീബ ടീച്ചർ, പിന്നെ ഇവരൊക്കെ പിന്നെ ഇപ്പോൾ പഠിപ്പിക്കുന്നവരാട്ടോ. അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിച്ചു പോയ കുറെ കുട്ടികൾ, എൻ്റെ ഓർമ്മയിൽ ഒരു 5-10 കുട്ടികളെങ്കിലും ഒരു 4-5 MA എടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിൽ അവരെടുത്തിട്ടുണ്ട്. കുറെ പേര് PhD എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പഠനം മറ്റുള്ളവർക്ക് ഉപകാരമാകുന്നതിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം. ഒപ്പം ഈ പുതുതായിട്ട് വരുന്ന അച്ഛന്മാരുണ്ട്. അപ്പൊ അവരെ കാണുമ്പോൾ ഞാനും സൂചിപ്പിക്കാറുണ്ട്. ചില അച്ഛന്മാര് വിളിക്കാറുണ്ട്, അച്ഛൻ എനിക്ക് ഇന്നത് BEd പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു PG ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഏതാ നല്ലത്? അപ്പൊ നമ്മൾ അവർക്ക് താല്പര്യം കാണുമ്പോൾ നമ്മൾ അതിനുള്ള വഴികൾ പറയും. ഇന്ന യൂണിവേഴ്സിറ്റി നല്ലതാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ്, അതിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മെത്തേഡ്. അങ്ങനെ കുറെ പേരെ സഹായിക്കാനൊക്കെ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ്, എത്ര ഡിഗ്രികളൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്? ഇനി അങ്ങനെ അധികം ആർട്സ് വിഷയങ്ങൾ ഇനി ഡിഗ്രി ഇല്ല, അതാണ് പ്രശ്നം. ഒരു ആന്ത്രോപോളജി ഉണ്ട് ഇനി. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് ഡിഗ്രികളുണ്ട്. വേറെ MBA ആണെങ്കിൽ MBAയിൽ പലതും ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഡിഗ്രികള് ആർട്സിൽ ഇപ്പോ അത്യാവശ്യമായിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ എല്ലാ ഏരിയയിലും കവർ ചെയ്ത് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹം വയ്ക്കുന്നു. ഇങ്ങനെ എനിക്കറിയില്ല, എന്നെ പോലെ ഇങ്ങനെ വേറെ പഠിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ടാകാം, ഇതുപോലെയൊക്കെ അറിയില്ല. ഒരു അച്ഛനോട് സൂചിപ്പിച്ചു, അച്ഛൻ ഒരു കാര്യം ചെയ്യേ, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡോ അങ്ങനെ എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു, അതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യൂ. അപ്പോ അത് മറ്റുള്ളവർക്ക് ഉപകാരമാണല്ലോ. ഞാൻ ചെയ്തിട്ടില്ല, നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. നമുക്കിപ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അറിയുകയും ചെയ്യാലോ ഇതുപോലെ എത്ര പേര് എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ഇപ്പൊ ഇനി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരുമോ, അവർക്കൊക്കെ പരീക്ഷയ്ക്ക് ഉപകാരമാവട്ടെ? സ്റ്റുഡൻസിന് എപ്പോഴും പരീക്ഷ ഒരുങ്ങുമ്പോൾ ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ചില കാര്യങ്ങൾ നോ പറയണം.
നോ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കുട്ടികളൊക്കെ മിക്കവാറും മൊബൈലിലാണ്. മൊബൈൽ റീൽസ് കാണുന്നു, അത് കാണുന്നു, വാട്സപ്പ് അയക്കുന്നു. നമ്മൾ ലേണിങ്ങിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ലേണിങ്ങിൽ ഒരു കാര്യമാണ് അൺലേൺ. 3 കാര്യങ്ങൾ ലേണിങ്ങിൽ വേണ്ടത്: ലേൺ, അൺലേൺ, റീലേൺ. ലേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക. പഠിക്കുന്നതിന് ഒപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് കളയണം. നമ്മളൊരു ഒരു കുടത്തിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളം നിറച്ച് വെച്ചു, വീണ്ടും വെള്ളം ഒഴിക്കുകയാണ്, അത് കാര്യമില്ല, പുറത്തു പോകും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ എല്ലാ ടൈപ്പ് സാധനങ്ങളും, നമുക്ക് വാട്സപ്പും അതും ഇതും എല്ലാം കൂടി നമ്മുടെ ബ്രെയിൻ നിറച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും മനസ്സിലേക്ക് കയറില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കളയണം. ആവശ്യമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഠനത്തിൽ ശ്രദ്ധിക്കണം. വേറെ ശ്രദ്ധകളൊന്നും പാടില്ല. ശ്രദ്ധ ഉണ്ടാവാം, അതിനൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കണം. ലിമിറ്റ്. ഒരു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എവിടെ പൂരം പോയാലും ഞാൻ പോവും, എവിടെ സിനിമ ഉണ്ടായാലും ഞാൻ പോവും, ഏത് റീലുകളായാലും ഞാൻ കാണും. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഠനത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തി. ചിലവോട് നോ പറഞ്ഞാൽ അതാണ് അൺലേൺ എന്ന് പറയാം. ചില കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്നല്ല, പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കണം. അൺലേൺ എന്ന് പറയും. അൺലേൺ. റീലേൺ എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്ക് റിവൈസ് ചെയ്യണം. പണ്ടൊക്കെ ടീച്ചർമാർ പറയാറില്ലേ, ഈ തിങ്കളാഴ്ച വരുമ്പോഴേക്കും ഈ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവിഷൻ നടത്തി. അതെന്ത് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കാര്യം പഠിച്ചത് നമ്മുടെ ബ്രെയിനിൽ 2 സെക്ഷൻ ഉണ്ട്: ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി. നമ്മൾ എന്ത് കേൾക്കുന്നുവോ, നമ്മളൊരു കാര്യം കേട്ടു, ആദ്യം ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് എടുക്കും. അതിനെ നമ്മൾ ഒരു പ്രാവശ്യം കൂടി വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു, അതിനെ ഓർക്കുന്ന ലെവലിൽ ചില ടെക്നിക്സിലൂടെ അതിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ലോങ് ടൈം മെമ്മറിയിൽ ഇടണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നിറങ്ങളെ കുറിച്ച് പറയും, വിബ്ജിയോ ഇല്ലേ, പെട്ടെന്ന് കുട്ടികൾ ഓർക്കാനുള്ളതാണ്. വയലറ്റ്, ഇൻഡിഗോ, ഗ്രീൻ, യെല്ലോ, എല്ലാ നിറങ്ങളും അറിയും, വിബ്ജിയോ. അപ്പൊ ആ ഒരു ടെക്നിക്കിലൂടെ നിറങ്ങളെ ഓർത്ത് നമ്മൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആരെപ്പോ ചോദിച്ചാലും നമുക്ക് 7 നിറങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് നമ്മൾ മനഃപൂർവ്വം ചില ആക്രോണിംഗ് എന്ന് പറയും. ആക്രോണിംഗ് കേട്ടിട്ടുണ്ടോ? ആക്രോണിംഗ് ചില ടെക്നിക്സ് ആണ്, ഓർക്കാനുള്ള ടെക്നിക്സ്. ആ അക്രോണിം എന്ന വാക്കിലൂടെ ഇപ്പോൾ വിബ്ജിയോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ എല്ലാ നിറങ്ങളും ഓർക്കുന്നത് പോലെ നമ്മൾ ഓരോ വാക്കുകളായിട്ട് മനസ്സിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ ആ വാക്ക് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഒരു ടെക്നിക്കാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയും. ചങ്കിങ്, ഗ്രൂപ്പാക്കി തിരിക്കുക. മനസ്സിലായോ? ഉദാഹരണം, വലിയൊരു നമ്പർ 6, 8, 10, 20 ഇങ്ങനെ നമ്പർ. അപ്പൊ നമ്മളതിനെ ഗ്രൂപ്പ് ആക്കണം. ഇപ്പോൾ 6, 8, 9, 10, 6, 8, 9 അതെൻ്റെ കാറിൻ്റെ നമ്പർ. പിന്നെ 10, 11, 12 അതെൻ്റെ മൊബൈലിൻ്റെ അവസാന നമ്പർ. അങ്ങനെ ഗ്രൂപ്പ് ആക്കിയിട്ട് എൻ്റെ കാറിൻ്റെ നമ്പർ, എൻ്റെ എനിക്കിഷ്ടമുള്ള നമ്പർ, ഇങ്ങനെ എല്ലാം കൂടുമ്പോൾ നമുക്ക് ആ നമ്പറുകൾ മൊത്തം അങ്ങോട്ട് പറയാൻ പറ്റും. പിന്നെ പാട്ടിലൂടെ പഠിക്കുന്ന ടെക്നിക്ക് ഉണ്ട്, സോങ്ങിലൂടെ. ഇപ്പൊ ഞങ്ങള് ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ 27 പുസ്തകങ്ങളുണ്ട് പുതിയ നിയമത്തിൽ. അത് കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ ഞങ്ങൾ ടെക്നിക്ക് ഉപയോഗിക്കും. പാട്ട് പെട്ടെന്ന് എല്ലാവരും പഠിക്കും. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ടുള്ളതാട്ടോ: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ നടപടി തുടർന്നു കാണാം, പിന്നെയോ 14 ലേഖനങ്ങൾ. ഒരു ലേഖനത്തിൽ തുടങ്ങും, റോം കോം കീ ഗാലേഫോഹ് അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ആഗോള സഭകൾക്ക് എഴുതപ്പെട്ട ലേഖനങ്ങളും അതിലുണ്ട്, യുദാസുണ്ട് അവസാനത്തിൽ ബൈബിളിൽ വെളിപാടു ഗ്രന്ഥം ശുഭം. ഇപ്പൊ എന്തുണ്ടാവും? എഗ്ദോതി എന്ന പാട്ട് എല്ലാവർക്കും അറിയാം, കേട്ടിട്ടില്ലേ? പാട്ടിലൂടെ പഠിക്കാനായിട്ടുള്ള ടെക്നിക്സ്, ആക്രോണുകൾ പഠിക്കാനുള്ള ടെക്നിക്സ്, ഓർത്തിരിക്കാനുള്ള ടെക്നിക്സ്. ചിലപ്പോൾ ഓരോരുത്തർക്കും എഴുതി വെക്കാൻ കണ്ടിട്ടില്ലേ, ചുമരുമൊക്കെ, അതൊക്കെ നല്ല ടെക്നിക്സ് ആണ്. എഴുതി വെച്ചിട്ട് ഇടയ്ക്കൊക്കെ നോക്കാം, 5 പോയിന്റ് ഇടയ്ക്ക്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈക്വേഷൻസ് ചിലരൊക്കെ എഴുതി വെക്കും. നല്ലതാ, ചുമരും എഴുതണമെന്നില്ല കേട്ടോ, ചുമര് കേടാവും. ചില ചാർട്ടും ഒക്കെ എഴുതിയിട്ട്. ഇതൊക്കെ കുറെ ടെക്നിക്സ് ആണ്. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ പറ്റും. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് പഠിച്ച കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ അത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് കുട്ടികളെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? ഇന്നൊരു കാര്യം ടീച്ചർമാർ പഠിപ്പിച്ചു, നാളെ ചോദിക്കുകയാണ്, ഒറ്റടിക്ക് പറയുന്ന ഒരു ഉത്തരമാണ്, അയ്യോ മറന്നു ടീച്ചറെ. അതെന്തുകൊണ്ടാണ്? വേണ്ടത്ര ശ്രദ്ധ പലപ്പോഴും അവർ കൊടുക്കുന്നില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല, ടെസ്റ്റിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മറിച്ച് ക്ലാസ് നന്നായി അറ്റൻഡ് ചെയ്യുകയും പഠിച്ച കാര്യങ്ങൾ നമ്മൾ അതിന് കെയർഫുള്ളായും ചെയ്ത് കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് നമുക്കത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതല്ലേ പഠനത്തിന്റെ ആവശ്യം. ഈ പഠിച്ച കാര്യം നാളെ ചോദിക്കുമ്പോൾ പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു പ്രോബ്ലം ഇന്ന് കുട്ടികൾ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം ആണ് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയും.
അതായത് ഒരു കാര്യത്തില് ഉം. 5 മിനിറ്റേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, അപ്പോൾ ആ. ഡിസ്റ്റർബ്ഡ് ആവും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മൊബൈൽ നോക്കും, വല്ല സമയമായോ ഉം. ഇങ്ങനെയാവോ എന്നൊക്കെ. അതിൻ്റെ മെയിൻ കാര്യം സൈക്കോളജിസ്റ്റ് പറയുന്നത് ഉം. ഇന്ന് റീൽസ് കൂടുതലാണ്. റീൽസ് എന്ന് പറയുന്നത് Reels ഒക്കെ. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണാം, കുറേ ഒന്നും കാണില്ല. ഉം. നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് നിങ്ങൾ വിടാൻ വിചാരിക്കും, ഉം. ഒരു 5 മിനിറ്റിന്റെ മെസ്സേജ് വിടാൻ ആരെങ്കിലും കേൾക്കൂ? ഇല്ല. വിഷോട്ട് ഉം. അല്ലേ? ഷോർട്ടുകൾ ഇങ്ങനെ കണ്ട് കണ്ട് റീൽസ് കണ്ട് കണ്ട് ഒരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അധ്യാപകർ പറയുന്ന ഒരു കാര്യമാണ്, 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുട്ടികൾ ഡിസ്റ്റർബ് ആവാണ്, ക്ഷമയില്ല. ക്ഷമയില്ല. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കി തീർക്കണം. ഉം. അപ്പോൾ വലിയൊരു ടാസ്ക്കാണ് ടീച്ചേഴ്സിന് മുമ്പിൽ. ഉം. നമ്മള് പണ്ട് കുട്ടികൾക്ക് ഉം. ഈ കഷായം എന്ന് പറഞ്ഞ സാധനം ഉം. തേനില് ഉം. ചാലിച്ചു കൊടുക്കും, ഉം. എന്നാലും കുട്ടികൾ കുടിക്കുള്ളൂ. ഉം. ഇതുപോലെ പഠിപ്പിക്കുന്ന കാര്യം അധ്യാപകരും വേറെ ആരും ആയാലും അതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കി കൊടുക്കാൻ പറ്റും. ഉം. ഇൻട്രസ്റ്റിംഗ് ആയാലേ കുട്ടികൾ കേൾക്കുള്ളൂ. അതുകൊണ്ട് വളരെ ഒരു ടാസ്ക്കാണത്. അതെ. അപ്പോൾ അധ്യാപകർ ശ്രദ്ധിക്കണം, കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് പഠനത്തില്. ഇനി ബിസിനസ്സിൽ പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്, കുട്ടികൾക്ക് പറയാനുള്ള ഒരു സജഷനാണ്, എനിക്ക് ഒരു നിർദ്ദേശമാണ്. ഉം. ഏതൊരു വ്യക്തിയും ഉം. പഠിക്കേണ്ടതും അധ്വാനിക്കേണ്ട കാലഘട്ടമാണ് 15 വയസ്സിനും 25 വയസ്സിനും. ഉം. ബിസിനസ്സിലൊരു തിയറി അത്. ഉം. മിക്കവാറും സംഭവിക്കുന്നത്, നമ്മുടെ കേരളത്തിലേക്ക് സംഭവിക്കുന്നത്, ഉം. ഈ കാലഘട്ടത്തിൽ നന്നായിട്ട് ഉഴപ്പെന്ന് പറഞ്ഞാൽ പഠനമൊക്കെ തട്ടിയും വിട്ടി ഇങ്ങനെ പോവുക. എന്നിട്ട് അത് കഴിയുമ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, അയ്യോ ഒരു ജോലി ആയില്ലല്ലോ. അപ്പോൾ വളരെ വൈകിട്ടുണ്ടാവും. നല്ലൊരു ജോലി ആവാണ്ടാകുമ്പോൾ 2 ഇഫക്റ്റാണ് അവർക്ക് പറ്റുന്നത്. ഇന്ന് തിരക്കില്ല, ജോലി ഇല്ലാത്തവർക്ക് പെണ്ണ് കിട്ടില്ല. അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. മാത്രമല്ല ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഹൈ ലെവലിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളൊരു കയറ്റം പോലെ കണക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം, പിന്നെ ഈസിയാണ് നമുക്ക് മുന്നോട്ട് പോകും. ഇപ്പം സംഭവിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഈസി ആയിട്ട് പോവും, പിന്നെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് അധ്വാനിച്ച് കുട്ടികൾ ഇവിടെ ലക്ഷ്യത്തിലെത്തണം. അതെ, ഒരുപാട് സന്തോഷം കണ്ടതിൽ, കാണാൻ പറ്റിയതിൽ, ഒരുപാട് കഥകൾ അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പഠിത്തം എന്തായാലും നിർത്തില്ല എന്ന് എനിക്കറിയാം. ഇനി ഒരുപാട് ഡിഗ്രികൾ വാരി കൂട്ടാനുള്ളതാണ്. ഇത് ഓരോ ആളുകൾക്കും പ്രചോദനമായി മാറട്ടെ എന്ന്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.